ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നതെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണ്ട് ബ്രീത്ത് 2 എന്ന ഹോളിവുഡ് ചിത്രത്തിൻ്റെ കഥയുമായിട്ടാണ്. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ മുഷിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുമ്പോൾ ഒരു വീട് കത്തിയെരിയുന്നതാണ് കാണുന്നത്. ആ തീപിടുത്തത്തിൽ ബാക്കിയായിരിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടി മാത്രമായിരുന്നു. അവൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി റോഡിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും തളർന്ന് അവിടെ വീണുപോകുന്നു. അതോടെ ആ സീൻ കട്ട് ചെയ്യുന്നു. ആ സംഭവത്തിന് ശേഷം 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടി കാട്ടിലൂടെ എന്തോ കണ്ട് പേടിച്ച് ഓടുകയാണ്. ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് തന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അവൾ നോക്കുന്നു. ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും ഒരു പട്ടി ഓടി വന്ന് അവളെ ഓടിക്കാൻ തുടങ്ങി. ഈ പട്ടിയെ തന്നെയാണ് അവൾ നേരത്തെ പേടിച്ച് ഓടിയതും. പാവം പെൺകുട്ടി പേടിച്ച് ഒരുപാട് ദൂരം ഓടി. ആ കാടിനുള്ളിലുള്ള ഒരു കമ്പിവേലി വലിഞ്ഞ് കയറി അവൾ അപ്പുറത്ത് ചാടുന്നു. ആ പട്ടിയാവട്ടെ ഇപ്പുറത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആ പെൺകുട്ടി അവിടെ നിന്നും വീണ്ടും ഓടി ഒരു പൊളിഞ്ഞ കാറിനടുത്തെത്തുന്നു. അതിനുള്ളിലുള്ള ബാഗിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവൾ ആ തോക്കെടുത്ത് പിടിച്ച് സന്തോഷത്തോടെ അത് നോക്കുന്നു. അവളുടെ തൊട്ടു പിന്നിലായിട്ട് ആ ബ്ലൈൻഡ് മാൻ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നില്ല. അയാൾ ആ പെൺകുട്ടിയെ പിന്നിലൂടെ കടന്നു പിടിച്ച് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. അവൾ കഷ്ടപ്പെട്ട് കുതറി രക്ഷപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും അയാൾ ആ തോക്ക് കൈവശപ്പെടുത്തിയിരുന്നു. അയാൾ ആ പെൺകുട്ടിയോട് നീ തോറ്റുപോയിരിക്കുന്നു, കാരണം തോക്ക് എന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. ഇല്ല അച്ഛാ, തോക്ക് ആദ്യം എന്റെ കയ്യിലായിരുന്നു എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു. അതിനയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയും, അടുത്ത തവണ ഞാൻ തീർച്ചയായും ജയിച്ചോളാം എന്ന്. അപ്പോൾ അയാൾ പറയും, ഇങ്ങനെയെല്ലാം കളിയായിട്ട് കാണരുത്, ദൈവം എന്ത് വേണമെങ്കിലും നിന്റെ കയ്യിൽ നിന്നും എടുത്തേക്കാം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. പിന്നാലെ തന്നെ ആ കുട്ടിയും അവളെ ഓടിച്ച പട്ടിയും അവരുടെ പിന്നാലെ തന്നെ പോകുന്നു. ആ പട്ടിയും അവർ വളർത്തുന്നത് തന്നെയാണ്. അതായത് ആ ബ്ലൈൻഡ് മാന്റെ മകളാണ് ആ കൊച്ചു പെൺകുട്ടി. അവൾക്കൊരു ട്രെയിനിങ് നൽകുക എന്നതാണ് അയാളുടെ ഉദ്ദേശം. ആ കാടിനുള്ളിലുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ആ വീടിന് ചുറ്റും ഒരാൾ പോലുമില്ല, ഒരു ഒളിസങ്കേതം പോലെ. ഇപ്പൊ മകള് അച്ഛന് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മകൾ അച്ഛനോട് ചോദിക്കും, എനിക്ക് വൈറ്റ് ഹെയർ വന്നത് അച്ഛനിൽ നിന്നാണോ അതോ അമ്മയിൽ നിന്നാണോ എന്ന്. ബ്ലൈൻഡ് മാൻ പറയും, അത് അമ്മയിൽ നിന്നാണെന്ന്. എന്നാലും അമ്മയുടെ ഒരു ഫോട്ടോ പോലും അച്ഛൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് മകള് ചോദിക്കുന്നു. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, ആ തീപിടുത്തത്തിൽ എല്ലാം നശിച്ചു പോയതല്ലേ, നിന്നെ മാത്രം രക്ഷിക്കാനേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ എന്ന് ബ്ലൈൻഡ് മാൻ മറുപടി പറയുന്നു. അപ്പോൾ മകള് ചോദിക്കും, അമ്മ സുന്ദരിയായിരുന്നു, നിന്നെ അമ്മ നിന്നെ പോലെ തന്നെ സ്മാർട്ടായിരുന്നു എന്ന് അയാൾ മകളോട് പറയുന്നു. ഈ സമയത്തൊക്കെ മകള് പേപ്പറിൽ അന്ധന്മാരുടെ ഭാഷ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അയാൾ. അവൾ എഴുതിയതൊക്കെ ശരിയായിരുന്നു എന്ന് അയാൾ അവളോട് പറയുന്നു. ആ സമയത്ത് പുറത്തുനിന്നും ഒരു വണ്ടിയുടെ ഹോണൊച്ച കേൾക്കാം. അപ്പോൾ മകൾ അച്ഛനോട് ചോദിക്കും, അപ്പോൾ എനിക്കിന്ന് ടൗണിലേക്ക് പോകാമല്ലേ? അപ്പോൾ ബ്ലൈൻഡ് മാൻ പറയും, ഇല്ല സാധിക്കില്ല, നീ ട്രെയിനിങ് സർവൈവ് ചെയ്തില്ല, ഇതിപ്പം 3 മാസമായില്ലേ, ഒന്ന് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് മകള് പറയുന്നു. ഞാൻ നടത്തുന്ന എല്ലാ ടെസ്റ്റിലും നീ പാസ്സാവണം, എന്നാൽ മാത്രമേ നിനക്ക് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. പാവം കുട്ടി അവൾക്ക് വല്ലാതെ വിഷമമായി പോയി. പുറത്തൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറെയൊന്നുമല്ല, നമ്മുടെ ബ്ലൈൻഡ് മാൻ കുറെ ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. അതൊക്കെ വാങ്ങി വിൽക്കുന്ന ആളാണ് ഹെർണാണ്ടിസ് എന്ന പെൺകുട്ടി. അവളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ മോളുണ്ടല്ലോ, അവൾ ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളുടെ പേര് ഫീനിക്സ് എന്നാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഹെർണാണ്ടിസ് ബ്ലൈൻഡ് മാനോട് ചോദിക്കും, ഞാൻ അവളെയും കൂടി കൊണ്ടുപോട്ടെ എന്ന്. വേണ്ട, ഇന്ന് വേണ്ട എന്ന് അയാൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ ഹെർണാണ്ടിസ് പറയും, നിങ്ങളിങ്ങനെ അവളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം അവളത് പൊട്ടിക്കും. അത് കേട്ട് അയാൾ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് മകളോട് പറയും, ഹെർണാണ്ടിസിന്റെ കൂടെ പോയിക്കോളൂ, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വന്നേക്കണം. മകൾക്ക് ഭയങ്കര സന്തോഷം. അവൾ അച്ഛൻ കൊടുത്ത തൊപ്പിയൊക്കെ ഇട്ടിട്ട് വേഗം ഹെർണാണ്ടിസിന്റെ കൂടെ പുറത്തു പോകുന്നു. 3 മാസത്തിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ വണ്ടിയിൽ അങ്ങനെ ഹെർണാണ്ടിസിന്റെ കൂടെ പോവുകയാണ് അവൾ. ഫീനിക്സ് ഒരു പാട്ടിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഹെർണാണ്ടിസ് ചോദിക്കും, ഇതെന്താ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഫീനിക്സ് പറയും, അല്ല, ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് 2 ലൈൻ മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് ഫീനിക്സ് അവളോട് പറയുന്നു. ഹെർണാണ്ടിസ് അവളോട് അമ്മയുറങ്ങുന്ന വീട്ടിലേക്ക് പോകണോ എന്ന് ചോദിക്കുന്നു. അവൾ അതിന് വേണമെന്നും പറയുന്നു. ശേഷം നമ്മുടെ ഫിനിക്സ് അവളുടെ പഴയ ആ കത്തിക്കരിഞ്ഞ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ അമ്മയുടെ തിങ്സ് ഒക്കെ അവിടെ ഉള്ളത് നോക്കിയിരിക്കുമ്പോൾ ആ വീടിനുള്ളിൽ ആരുടെയോ കാലൊച്ച അവൾ കേൾക്കുന്നു. അവൾ പേടിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഓടി വരുന്നു. ശേഷം ഹെർണാണ്ടിസ് ഈ ചെടികളൊക്കെ ഒരു കടയിലേക്ക് മാറ്റുന്നതിനിടയിൽ നമ്മുടെ ഫീനിക്സ് അവിടെയുള്ള ഒരു പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവൾ അവരുടെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല. അച്ഛന് ഇഷ്ടമല്ല അവൾ മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അവളുടെ പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഡോ എന്നാണ് ആ പട്ടിയുടെ പേര്. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഫസ്റ്റ് സീനിൽ അവളെ ഓടിക്കുന്ന പട്ടി, അത് തന്നെ.
അതിനിടയിൽ അവൾ ആ കുട്ടികളോടൊപ്പം കളിക്കുന്ന രീതിയിലുള്ള സ്വപ്നമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് തന്നെ ഒരു പകൽ സ്വപ്നം. ആ കുട്ടികളൊക്കെ ആ പാർക്കിനടുത്തുള്ള കോൺവെന്റിലെ കുട്ടികളാണ്. ആ കോൺവെന്റും അതിന്റെ പരിസരവും നമ്മുടെ ഫീനിക്സ് നോക്കി വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, പുള്ളിക്കാരിക്ക് അച്ഛന്റെ കൂടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവളെ പുറത്തേക്ക് വിടില്ല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ, ആ കോൺവെന്റിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാമെന്ന് കണ്ടപ്പോൾ അവളത് നോക്കിയതാണ്. അതിനുശേഷം തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഹെർണാണ്ടിസ് അവളെ വിളിക്കുന്നു. അപ്പോൾ ഫീനിക്സ് പറയും, ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ സാധിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരല്പം വശപ്പശക്കുള്ള ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചക്കരക്കുട്ടി, നിന്റെ പേരെന്താ? എന്റെ പേര് റൈലിൻ എന്നും പറഞ്ഞ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്റെ വിഷയമല്ല, എന്റെ അച്ഛൻ എന്നെ കാത്തിരിപ്പുണ്ട്, എനിക്ക് വേഗം പോകണം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അവൻ ആ വഴി അടച്ചു നിൽക്കുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് നമ്മുടെ ഷാഡോ കുരക്കാൻ തുടങ്ങി. ഷാഡോയെ കണ്ടപ്പോൾ പുള്ളിക്കാരനൊന്ന് പേടിച്ചു. അപ്പോൾ നമ്മുടെ ഫീനിക്സ് പറയും, ഞാനൊന്ന് വിരലിഞ്ഞൊടിച്ചാൽ മതി, അവൻ നിങ്ങളുടെ സാധനം കടിച്ചെടുത്തോണ്ട് പോകും, അവിടെ മാറി നിൽക്കാൻ നോക്ക്. അപ്പോൾ അവൻ പറയും, ഓ ഞാൻ നിന്നെ പേടിപ്പിച്ചെങ്കിൽ സോറി, ഞാൻ പേടിച്ചു എന്ന് നിങ്ങളോടാരാ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവൾ ഷാഡോയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഫീനിക്സ് പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ വെള്ള മുടി അവൾ അറിയാതെ റൈലിൻ തൊട്ടു നോക്കുന്നുണ്ട്. പുറത്തെത്തിയപ്പോൾ ഹെർണാണ്ടിസ് ഇത് ശ്രദ്ധിക്കുന്നു. അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഫീനിക്സിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവൾ നിന്നും പുറപ്പെടുന്നു. അവർ പുറപ്പെട്ട ഉടനെ തന്നെ പിന്നാലെ ഒരു കാറ് അങ്ങോട്ടേക്ക് വരുന്നു. റയലിനും അതിൽ കയറി അതിലുണ്ടായിരുന്ന മറ്റവനോട് വേഗം അവരെ ഫോളോ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ അതിനെ ഫോളോ ചെയ്തു പോകുന്നു. ഫീനിക്സിനെ വീട്ടിലാക്കിയിട്ട് ഹെർണാണ്ടിസ് നമ്മുടെ ബ്ലൈൻഡ് മാനോട് പറയും, അവൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയും ഞാൻ അവളെ കൂട്ടി പുറത്തു കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. അത് വേണ്ട, ഇന്നത്തേത് മതി എന്ന് പറഞ്ഞ് ബ്ലൈൻഡ് മാൻ അത് നിരസിക്കുന്നു. നമ്മുടെ ഫീനിക്സിന് അതൊരൽപ്പം വിഷമമുണ്ടാക്കി അവൾ കയ്യിലുണ്ടായിരുന്ന സാധനം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേഗം അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ബ്ലൈൻഡ് മാൻ വീടിനകത്തുള്ള ഒരു മുറിയിലേക്ക് പോയി ഫീനിക്സ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അലമാരയിൽ കൃത്യമായി അടുക്കി വെക്കുന്നു. ആ മുറിക്കുള്ളിലേക്ക് പുറത്തു നിന്നും ഒരു വാതിലുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹെർണാണ്ടിസ് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് റോഡിൽ റയലിന്റെ കാറ് കിടപ്പുണ്ടായിരുന്നു. നമ്മളെ നായ്ക്കുറുക്കൻ വണ്ടിയില്ലേ, അതുപോലെ തന്നെ ഒരു വണ്ടിയായിരുന്നു അവരുടേത്. അതിന്റെ പിന്നിലായിട്ട് ഒരു നായയെ കൂട്ടിലിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഹെർണാണ്ടിസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവരോട് വണ്ടി മാറ്റാൻ ആവശ്യപ്പെടുന്നു. അവരോരോന്ന് പറഞ്ഞിങ്ങനെ ഡ്രാഗ് ചെയ്ത സമയത്ത് ഹെർണാണ്ടിസ് തന്റെ കയ്യിലുള്ള തോക്ക് കാണിച്ചുകൊണ്ട് എളുപ്പത്തിൽ വണ്ടി മാറ്റാൻ പറയുന്നു. അങ്ങനെ ഓക്കെ ബേബി, നമ്മൾ മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവര് മാറ്റാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് ആ കാറിൽ റയലിനെ കൂടാതെ വേറെ 3 പേര് കൂടിയുള്ളത് ഹെർണാണ്ടിസ് ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവൾ നേരെ വണ്ടിയിലേക്ക് വന്നിട്ട് റയലിന്റെ വണ്ടിയുടെ നമ്പർ പേപ്പറിൽ കുറിച്ചു വെക്കുന്നു. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അവരുടെ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യുകയും അവർക്ക് വഴി കൊടുക്കുകയും ചെയ്യുന്നു. അവരെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഹെർണാണ്ടിസ് അവിടെ നിന്നും വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. അവൻ ഹെർണാണ്ടിസിന്റെ തല ചുറ്റിക കൊണ്ട് അടിച്ച് തകർക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഫീനിക്സിനെ കാണിക്കുന്നു. അവളുടെ അച്ഛൻ വന്നിട്ട് അവൾക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കുന്നു. അടുത്ത മാസത്തേക്ക് പഠിക്കാനുള്ളതാണെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. എനിക്ക് അടുത്ത വർഷം സ്കൂളിൽ പോകണം എന്ന് ഫീനിക്സ് പറയുന്നു. ഇത് തന്നെയാണ് സ്കൂള് എന്ന് ബ്ലൈൻഡ് മാനും പറയുന്നു. ഈ സ്കൂളല്ല ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സ്കൂളിനെ പറ്റിയാണ്. എന്നെ പോലുള്ള മറ്റു കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, ഈ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് സേഫ്. എനിക്ക് സേഫ് ആയിട്ട് ഇരിക്കണ്ട, എനിക്ക് എല്ലാ കുട്ടികളെയും പോലെ ഇരുന്നാൽ മതി. എനിക്ക് കൂട്ടുകാരുണ്ടാവണം, എനിക്ക് മതി, നിർത്ത്, എനിക്ക് എന്റെ കുഞ്ഞിനെ ഒരു തവണ നഷ്ടപ്പെട്ടതാണ്, എനിക്ക് നിന്നെയും നഷ്ടപ്പെടാൻ വയ്യ എന്ന് ബ്ലൈൻഡ് മാൻ പറയുന്നു. ഞാനിവിടെ ഒറ്റക്കാണ് എന്ന് ഫിനിക്സ് വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നു. എന്താണ് ഒറ്റപ്പെടലെന്ന് നിനക്കറിയില്ല, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നിങ്ങളെ മതിയാവില്ല എന്ന് ഫീനിക്സ് പറയുന്നു. അത് കേട്ട് അയാൾ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഷാഡോയെ കാണിക്കുന്നു. പുറത്താരോ നടക്കുന്നത് പോലെ ശബ്ദം കേട്ട് അതെന്താണെന്ന് നോക്കിക്കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഒരു വെടിയുണ്ട് അവന്റെ തൊട്ടു മുന്നിലൂടെ അവന്റെ സൈഡിലുള്ള മരത്തിൽ തറയ്ക്കുന്നു. അതേസമയം നമ്മുടെ ഫിനിക്സ് നേരത്തെ അവൾ കണ്ട കോൺവെന്റിന്റെ ഒരു നോട്ടീസും പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ വീടിന് മുന്നിൽ കയ്യിൽ തോക്കും പിടിച്ച് 3 പേർ വന്നു നിൽക്കുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ ബ്ലൈൻഡ് മാൻ ഷാഡോയ്ക്കുള്ള ഭക്ഷണവുമായി പുറത്തേക്ക് വരുന്നു. പാത്രം തട്ടി വിളിച്ചിട്ടൊന്നും അവൻ വരുന്നുണ്ടായിരുന്നില്ല. നേരത്തെ വെച്ചിരിക്കുന്ന ഭക്ഷണവും അവൻ കഴിച്ചിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഉടനെ തന്നെ വീടിനകത്തേക്ക് കയറി അയാൾ ജാക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ അയാളുടെ വീടിനുള്ളിലേക്ക് നേരത്തെ വന്നവരിൽ 2 പേര് കയറിയിരുന്നു. അവരിലൊരാൾ ബ്ലൈൻഡ് മാനെ വെടിവെക്കാൻ നോക്കുമ്പോൾ അയാൾ അന്ധനാണെന്ന് മനസ്സിലാവുകയും പോവാൻ പറ എന്നുള്ള രീതിയിൽ വിടുകയും ചെയ്യുന്നു. ബ്ലൈൻഡ് മാൻ ആവട്ടെ ഇതൊന്നും അറിയാതെ നേരെ പുറത്തേക്ക് പോയി ഷാഡോയെ അന്വേഷിച്ച് നടക്കുന്നു. അദ്ദേഹം പുറത്തുപോയ ഉടനെ തന്നെ ഈ വീടിനുള്ളിൽ കയറിയവര് നമ്മുടെ ഫിനിക്സിനെ തിരയാൻ തുടങ്ങി. ഒരു ജിമ്മൻ നടന്ന് മുകളിലേക്ക് കയറി നമ്മുടെ ഫിനിക്സിന്റെ മുറിയിലേക്ക് പോകുന്നു. ആരോ വരുന്നുണ്ടെന്ന് സംശയം തോന്നിയ അവൾ അത് അവളുടെ അച്ഛനല്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം പുള്ളിക്കാരൻ ലൈറ്റ് ഇടില്ലല്ലോ. അവൾ വേഗം കട്ടിലിനടിയിലേക്ക് കയറി ഒളിക്കുന്നു. ആ ജിമ്മൻ വന്നിട്ട് പെട്ടെന്ന് കട്ടിലിന് മുകളിലുള്ള കിടക്ക മാറ്റുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് മാറി അലമാരയുടെ അടിയിലേക്ക് ഒളിക്കുന്നു. അയാൾ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളെ കണ്ടുകിട്ടിയില്ല. അവൾ അയാളെ കബളിപ്പിച്ച് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു
മെലിഞ്ഞ മുടിയും കൂടി മുകളിലേക്ക് കയറി വരുന്നു. അവന്റെയും കണ്ണ് വെട്ടിച്ച് അവൾ എങ്ങനെയൊക്കെ കൂടി താഴെ എത്തുന്നു. അവൾ നൈസായിട്ട് അവിടെ എവിടെയൊക്കെ ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ ബ്ലൈൻഡ് മാൻ അവൾക്ക് ട്രെയിനിങ് നൽകിയതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേസമയം പുറത്ത് നമ്മുടെ ബ്ലൈൻഡ് മാന് ഷാഡോയുടെ ശവശരീരം കിട്ടുന്നു. അതിന്റെ ശരീരത്തിൽ നിന്നും ഒരു ബുള്ളറ്റും അയാൾ കണ്ടെടുക്കുന്നു. ആരോ തന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ഫീനിക്സ് അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് ആ വീടിന് വെളിയിലേക്ക് കടക്കാൻ ഡോറിനടുത്തേക്ക് അടിവച്ച് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മെലിഞ്ഞ മുടിയൻ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി ആ വാതിലടച്ച് അതിന് മുന്നിലായി നിൽക്കുന്നു. ബ്ലൈൻഡ് മാൻ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഫിനിക്സിനോട് ബോക്സ് എന്ന് നിലവിളിച്ചു പറയുന്നു. ആ മുടിയൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അയാൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ വൃദ്ധന്റെ കരങ്ങൾക്ക് അത്രമാത്രം ശക്തിയായിരുന്നു. ആ മുടിയൻ കയ്യിലുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് അയാളുടെ കയ്യിലേക്ക് ആഞ്ഞടിക്കുന്നു. അതിന്റെ മൂർച്ചയേറിയ ഭാഗം അയാളുടെ കൈകളിലേക്ക് തുളഞ്ഞു കയറുന്നു. അത് കണ്ട് നമ്മുടെ ഫിനിക്സ് പേടിച്ച് വിറച്ചിരുന്നു പോയി. ഉടനെ തന്നെ ബ്ലൈൻഡ് മാൻ അവളോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. ഉടനെ തന്നെ ഫിനിക്സ് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഓടി ഒരു മുറിക്കുള്ളിലേക്ക് കയറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഒരു വാതിലുണ്ട് എന്നുള്ളത്. അതൊരു വാതിലായിരുന്നില്ല, ഒരു ഇരുമ്പ് ബോക്സ് ആയിരുന്നു. അവൾ അതിനുള്ളിലേക്ക് കയറിയിരുന്ന് വാതിലടയ്ക്കുന്നു. ആ ജിമ്മൻ ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ പോയിട്ട് ആ വാതിൽ തുറക്കാനൊക്കെ നോക്കി, പക്ഷെ അതിന് സാധിക്കുന്നില്ല. ഈ ബോക്സിന്റെ മുകളിലായിട്ട് ഉള്ളിലേക്ക് വായു കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുവഴി ഫിനിക്സിനെ അയാൾ നോക്കുന്നു. ഈ സമയം നമ്മുടെ ബ്ലൈൻഡ് മാൻ കയ്യിൽ മുറിവുണ്ടായതുകൊണ്ട് വീടിനടുത്തുള്ള ഗ്യാരേജിലേക്ക് ഒളിക്കുന്നു. അയാൾ ആ മുറിവിലേക്ക് മെഡിക്കൽ ഗം ഒഴിച്ച് ഒട്ടിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ജാക്കറ്റ് ഇട്ട ഒരുത്തൻ ആ ഗ്യാരേജിലേക്ക് കയറി വരുന്നു. കയ്യിൽ തോക്കും പിടിച്ച് അയാൾ ബ്ലൈൻഡ് മാനെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. ആശാൻ അത്യാവശ്യം നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പേടിച്ചാണ് അയാൾ ബ്ലൈൻഡ് മാനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അയാളുടെ പിന്നിലൂടെ ബ്ലൈൻഡ് മാൻ അയാളെ കഴുത്തിന് പിടിക്കുന്നു. അയാൾ വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട് ആ മുടിയൻ അങ്ങോട്ടേക്ക് വരുന്നു. ആ മുടിയൻ വന്ന് നോക്കുമ്പോൾ ആ ജാക്കറ്റ് ഇട്ടവന്റെ വായിൽ മുഴുവൻ മെഡിക്കേറ്റഡ് ഗം ഒഴിച്ച് അടച്ചു വെച്ചിട്ടാണുള്ളത്. അവന് വാ തുറക്കാൻ പോലും പറ്റുന്നില്ല. ആ മുടിയൻ വന്നിട്ട് അടുത്തുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവന്റെ കവിളിൽ ഒരു ചെറിയ ഓട്ടയിടുന്നു. അതിലൂടെ ബ്ലഡ് പുറത്തു പോയപ്പോൾ അവന് ശ്വാസം കിട്ടി. അതിനുശേഷം ആ ജാക്കറ്റ് ഇട്ടവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി തല്ലിപ്പൊളിച്ച് അത് വെച്ച് വായിലെ പശ അറുത്ത് മാറ്റുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടി നമ്മുടെ ബ്ലൈൻഡ് മാനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേവി സീൽ ആ മുടിയൻ കാണുന്നു. അയാളൊരു നേവിക്കാരനാണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അദ്ദേഹത്തെ തപ്പിയിറങ്ങുന്നു. ഇപ്പോ നമ്മുടെ ബ്ലൈൻഡ് മാൻ ആ വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു കിളിവാതിൽ വഴി ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു. അവിടെ തന്നെയാണ് നമ്മുടെ ഫീനിക്സും ഉള്ളത്. ബേസ്മെന്റിലെത്തിയ അയാൾ കയ്യിലൊരു വലിയ കമ്പിപ്പാര എടുക്കുന്നു. അതിന്റെ അറ്റത്തായി കുറച്ച് സിമന്റ് കട്ട പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇതേ സമയം ആ ജിമ്മൻ എന്താ ചെയ്തതെന്നറിയോ? ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ നമ്മുടെ ഫിനിക്സ് കയറിയിരിക്കുന്ന ആ ബോക്സിന് മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ടെന്ന്. അതുവഴി പൈപ്പിലൂടെ വെള്ളം അതിനകത്തേക്ക് കയറ്റുന്നു. നിനക്ക് എത്രയും പെട്ടെന്ന് വാതിൽ തുറക്കുന്നത് നല്ലത്, ഇല്ലെങ്കിൽ നീ വെള്ളത്തിൽ കിടന്ന് ചാവും എന്ന് ആ ജിമ്മൻ ഫിനിക്സിനോട് വിളിച്ചു പറയുന്നു. ഇതേ സമയം ആ മുടിയനും ജാക്കറ്റ് ഇട്ടവനും നമ്മുടെ ബ്ലൈൻഡ് മാൻ ആ ബേസ്മെന്റിലേക്ക് പോകുന്നത് കാണുന്നു. പക്ഷേ അയാൾ വാതിലടക്കുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അതിനുള്ളിലേക്ക് വരാൻ പറ്റിയില്ല. അവൻ ജിമ്മനോട് ദേ ആ ബ്ലൈൻഡ് മാൻ അവിടെ താഴേക്ക് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. എന്നിട്ട് മുടിയൻ ജാക്കറ്റ് ഇട്ടവനോട് പറയും റയലിനെ വിളിക്കാൻ നോക്ക് വേഗം എന്ന് പറഞ്ഞിട്ട് ബേസ്മെന്റിലേക്ക് മറ്റു വഴി അന്വേഷിച്ചു പോകുന്നു. ഇതേ സമയം താഴെ ജിമ്മൻ എന്ത് ചെയ്തു എന്നറിയോ? വെള്ളം ഓഫ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വയറെടുത്ത് ആ ബോക്സിലെ വെള്ളത്തിന്റെ അടുത്തേക്ക് ഇറക്കി വെക്കുന്നു. ഒരല്പം കൂടി വെള്ളം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് വയറിൽ തട്ടി നമ്മുടെ ഫീനിക്സ് ഷോക്ക് അടിച്ചു മരിക്കും. അങ്ങനെ ആ സെറ്റിംഗ് ചെയ്തതിന് ശേഷം അയാൾ ബ്ലൈൻഡ് മാനെ വെല്ലുവിളിക്കുന്നു. ഞാനൊരു ഇലക്ട്രിക് വയർ ആ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ പുറത്തു വന്നില്ലെങ്കിൽ അവളെ ഞാൻ ഫ്രൈ ചെയ്യും, മര്യാദക്ക് പുറത്തു വരാൻ നോക്ക് എന്നും പറഞ്ഞ് ഗണ്ണ് എൻട്രൻസിന്റെ ഭാഗത്തേക്ക് എയിം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ ജിമ്മൻ. തുറന്നുവിട്ട ഗ്യാസ് കുറ്റിയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അയാൾക്ക് ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ആ ജിമ്മൻ നല്ല ബുദ്ധി എന്ന് പറഞ്ഞ് തോക്ക് എടുത്ത് മാറ്റി വെക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് മാൻ കയ്യിൽ ആ കമ്പിയുമേന്തി അങ്ങോട്ടേക്ക് വരികയാണ്. ആ ബ്ലൈൻഡ് മാന്റെ അടിയിൽ നിന്നും ജിമ്മൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ജിമ്മന്റെ കഴുത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡ് മാൻ. പക്ഷെ അതിനിടയിൽ ആ ജിമ്മന്റെ കൈതട്ടി പൈപ്പ് വീണ്ടും തുറക്കുന്നു. ആ ബോക്സിനുള്ളിലേക്ക് വെള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഫിനിക്സ് അതിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് ജാമായി പോയിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജിമ്മൻ ബ്ലൈൻഡ് മാന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം അയാളെ തിരിച്ചടിക്കാൻ തുടങ്ങി. താഴെ വീണ് കിടക്കുന്ന കത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജിമ്മൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അടികൊണ്ട് വീണ നമ്മുടെ ബ്ലൈൻഡ് മാൻ ആ ബോക്സിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന വയറ് വലിച്ചെടുക്കുന്നു. അങ്ങനെ ജിമ്മൻ ഗുദാഹവ. എന്താണ് അവിടെ ബ്ലാസ്റ്റ് ആയതെന്ന് സംശയിക്കേണ്ട. നേരത്തെ ബ്ലൈൻഡ് മാൻ അങ്ങോട്ടേക്ക് എറിഞ്ഞ ഗ്യാസ് കുറ്റി അവിടെ കിടന്ന് ലീക്കാകുന്നുണ്ടായിരുന്നല്ലോ, അത് തന്നെ. ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ട് മേലെ ആ മുടിയനും ജാക്കറ്റ് ഇട്ടവനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും റയലിൻ അങ്ങോട്ടേക്ക് വന്നു. അവന്റെ കൂടെ ഒരു മുട്ടയും ഉണ്ടായിരുന്നു. വണ്ടിക്ക് പുറകിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടിൽ കെട്ടിയിട്ട ഒരു പട്ടിയും. ആ മുട്ട വലിയൊരു ഇരുമ്പ് കൂടം കൊണ്ടുവന്ന് ആ ബേസ്മെന്റിലേക്കുള്ള വാതിൽ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം താഴെ നമ്മുടെ ബ്ലൈൻഡ് മാൻ ആ ബോക്സിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾക്കും അത് സാധിക്കുന്നില്ല. അതിനുള്ളിൽ ഫീനിക്സ്
ബോധം കെട്ട് കിടക്കുകയാണ്. അയാൾ എങ്ങനെയൊക്കെ കൂടി അത് തള്ളി മറിച്ചിടുന്നു. അതിലെ വെള്ളമൊക്കെ ഒഴുക്കിക്കളഞ്ഞ് എങ്ങനെയൊക്കെ കൂടി ആ വാതിൽ തുറക്കുന്നു. കുടിച്ച വെള്ളം കുറച്ച് പുറത്തു പോയപ്പോൾ ഫീനിക്സിന് ബോധം വരുന്നു. ഉടനെ തന്നെ ബ്ലൈൻഡ് മാൻ അവളോട് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ശേഷം അവളെയും എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നു. ആ സമയത്ത് ആ ജിമ്മൻ കത്തിക്കരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഫീനിക്സ് കണ്ട് ഞെട്ടിപ്പോകുന്നു. ആ ബേസ്മെന്റിലുള്ള ഒരു തുരങ്കപാതയിലൂടെ അവർ രണ്ടുപേരും മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും മുകളിൽ റയലിനും സംഘവും ആ വാതിൽ ഉടച്ചിരുന്നു. അതുവഴി റയലിനും മുടിയനും താഴേക്ക് പോകുന്നു. മറ്റുള്ളവർ വീടിന് പുറത്തേക്കും. ബേസ്മെന്റിൽ കൂടെ വന്നൊരുത്തൻ കത്തിക്കരിഞ്ഞു നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും ഞെട്ടിത്തരിച്ചുപോയി. ബ്ലൈൻഡ് മാനും ഫീനിക്സും പോയ വഴിയിലൂടെ തന്നെ അവരും മുന്നോട്ടേക്ക് പോകുന്നു. അവർ അതുവഴി പുറത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മുകളിലുള്ള വാതിൽ കണ്ട് അവർ മനസ്സിലാക്കുന്നു. ഇതേസമയം ബ്ലൈൻഡ് മാനും ഫീനിക്സും പുറത്തെത്തി ആ വാതിൽ താക്കോലിട്ട് പൂട്ടുന്നു. ഫീനിക്സ് ബ്ലൈൻഡ് മാനോട് എന്താണ് സംഭവിക്കുന്നത്, അവരാരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന മറുപടി മാത്രമാണ് ബ്ലൈൻഡ് മാൻ പറയുന്നത്. അപ്പോഴേക്കും റയലിൻ ആ വാതിൽ വെട്ടിവെച്ച് തകർക്കുന്നു. ഉടനെ തന്നെ ബ്ലൈൻഡ് മാൻ ഫീനിക്സിനെയും കൂട്ടി അവരുടെ വളർത്തു ചെടികൾക്കുള്ളിലേക്ക് ഒളിക്കുന്നു. റയലിനും സംഘവും വൈകാതെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും അവിടെ തന്നെയാണ് ഉള്ളതെന്ന് റയലിന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവൻ ഫിനിക്സിനോടായിട്ട് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി, നീ പേടിക്കേണ്ടത് ഞങ്ങളെയല്ല, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ മനുഷ്യനെയാണ്. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അയാൾ എന്തല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ബ്ലൈൻഡ് മാൻ കുറച്ച് ടെൻഷൻ അടിക്കുന്നത് നമുക്ക് കാണാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ എന്ന് റയലിൻ ഉച്ചത്തിൽ ചോദിക്കുന്നു. അത് കേട്ട ഉടനെ ബ്ലൈൻഡ് മാൻ അവന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അപ്പോഴേക്കും ആ മുടിയൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ബ്ലൈൻഡ് മാനെ പിന്നിൽ നിന്നും തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം റയലിനും കൊടുക്കുന്നു ഒരെണ്ണം. ഫിനിക്സ് പിടിച്ചു മാറ്റിയതുകൊണ്ട് അയാൾക്ക് വെടിയേറ്റില്ല. അതിനുശേഷം റയലിൻ ഫിനിക്സിനെ അവന്റെ അടുത്തേക്ക് വിളിക്കുന്നു. അവൾ പേടിച്ച് അവന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് റയലിൻ അവളോട് ചോദിക്കും, നീ എന്നെ തീരെ ഓർക്കുന്നില്ലേ? ഒരുപക്ഷെ ഇത് കാണുമ്പോൾ നിനക്ക് ഓർമ്മ വന്നേക്കാം എന്നും പറഞ്ഞ് അവന്റെ തലയിലെ തൊപ്പി മാറ്റി അവന്റെ മുടിയുടെ കുറച്ചു ഭാഗം നരച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കുന്നു. അത് കണ്ടതോടെ ഫിനിക്സ് ഞെട്ടിപ്പോയി. കാരണം അവളുടെ തലയിലും അതുപോലെ കുറച്ച് നരച്ച മുടികളുണ്ട്. ആദ്യം അവൾ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, ഇതെന്റെ അമ്മയുടേതാണോ അതോ അച്ഛൻ്റെ നിന്നാണോ കിട്ടിയതെന്ന് ബ്ലൈൻഡ് മാനോട്. ആ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി. പോലീസുകാരൊക്കെ അതിൽ എന്നെ കുറ്റക്കാരനാക്കി ജയിലിലടച്ചു. 8 വർഷം ഞാൻ ജയിലിൽ കിടന്നു. നിന്നെ ഒരിക്കലും കാണില്ല എന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്ന് റയലിൻ ഫീനിക്സിനോട് പറയുന്നു. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ ബ്ലൈൻഡ് മാന്റെ കയ്യിലേക്ക് ഈ കുട്ടി എങ്ങനെ വന്നു എന്ന്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നുപോയി വീഴുന്നതായിട്ട് കാണിച്ചില്ലേ, ആ പെൺകുട്ടിയാണ് ഫീനിക്സ്. നമ്മുടെ ബ്ലൈൻഡ് മാനും ഷാഡോ എന്ന പട്ടിയും കൂടി റോഡിലൂടെ നടക്കുന്നതിനിടയിലാണ് അവളെ കിട്ടുന്നത്. അതിനുശേഷം ബ്ലൈൻഡ് മാൻ ഫീനിക്സിനെ വളർത്തുന്നു. ആ സമയത്ത് ഒരു ന്യൂസ് ടിവിയിലൂടെ റീഡ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. ആ വീട് എരിച്ചതിന്റെ പ്രൈം സസ്പെക്റ്റിനെ പിടിച്ചു എന്നും അയാൾ ഒരുപാട് ക്രൈമുകളിൽ കുറ്റക്കാരനാണ് എന്നുമാണ് ആ വാർത്തയിൽ പറയുന്നത്. ശരി, നമുക്ക് വീണ്ടും പ്രസന്റിലേക്ക് വരാം. അയാൾ നിന്നെ വേദനിപ്പിച്ചിരുന്നു എന്ന് റയലിൻ കുട്ടിയോട് ചോദിക്കുന്നു. ഇല്ല എന്ന് അവൾ തലയാട്ടുന്നു. പക്ഷേ അയാൾ നിന്നെ എന്നിൽ നിന്നും അകറ്റി നിർത്തി, അതിന് അയാൾ മരിക്കണം, ശരിയല്ലേ എന്നും പറഞ്ഞ് ബ്ലൈൻഡ് മാനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അയാൾ കൂടെയുള്ളവരോട് പറയുന്നു. ഉടനെ തന്നെ ആ മുടിയൻ അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഗണ്ണ് ലോഡ് ചെയ്യുന്നു. അപ്പോൾ റയലിൻ പറയും, എന്റെ മകളുടെ മുന്നിൽ വെച്ച് വേണ്ട, പുറത്തു വെച്ച് കൊന്നാൽ മതി. അങ്ങനെ ആ മുടിയൻ നമ്മുടെ ബ്ലൈൻഡ് മാന്റെ തലമുടി പിടിച്ച് വലിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. പെട്ടെന്ന് തന്നെ അയാൾ തല കൊണ്ട് ആ മുടിയന്റെ മുഖം ഇട്ടിച്ച് പരത്തുന്നു. എല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് നിൽക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി മറയുന്നു. അയാൾ ഓടിയ ഭാഗത്തേക്ക് അവരെല്ലാവരും ചറപറ വെട്ടിവെക്കുന്നു. പക്ഷെ അവരുടെ കണ്ണ് വെട്ടിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഉടനെ തന്നെ റയലിൻ ജാക്കറ്റ് ഇട്ടവനോട് കുട്ടിയെ ട്രക്കിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ശേഷം ആ മുടിയനെയും മൊട്ടയെയും കൂട്ടി ബ്ലൈൻഡ് മാനെ ഹണ്ട് ചെയ്യാൻ പുറപ്പെടുന്നു. മറുവശത്ത് ആ ജാക്കറ്റ് ഇട്ടവൻ നമ്മുടെ ഫീനിക്സിനെയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഫീനിക്സ് അവന്റെ കയ്യിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ വിടുന്നില്ല. ഒടുവിൽ പോകുന്ന വഴിക്ക് ഈ മണ്ണൊക്കെ കോരുന്ന സാധനം ഉണ്ടല്ലോ, മൂർച്ചയുള്ള കമ്പികളൊക്കെ ഉള്ളത്, പോകുന്ന വഴിക്ക് അതെടുത്തിട്ട് നമ്മുടെ ഫീനിക്സ് അവന്റെ കാലിലേക്ക് കുത്തിയിറക്കുന്നു. വേദന കൊണ്ട് അലറി വിളിച്ച് അവൻ ഫീനിക്സിനെ താഴെയിട്ട് ഒരൊറ്റയടി. നീ ആരാണെങ്കിലും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ആ ജാക്കറ്റ് ഇട്ടവൻ നമ്മുടെ ഫീനിക്സിനെ ആക്രമിക്കാനായി വരുന്നു. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ബ്ലൈൻഡ് മാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ ബ്ലൈൻഡ് മാൻ അവന്റെ മുഖം അടിച്ച് പരത്തി അതിനെ കൊല്ലുന്നു. അങ്ങനെ ജാക്കറ്റ് ഇട്ടവനും കാലി. ഇത് കണ്ടു നിന്ന ഫിനിക്സ് നിർത്തുന്നു പറഞ്ഞിട്ട് അലറി വിളിക്കുന്നു. കൺമുന്നിൽ വെച്ച് ഒരാളെ തല കടിച്ച് കൊല്ലുമ്പോ അവള് പിന്നെ എന്ത് ചെയ്യാനാ? ഈ നിലവിളി കേട്ട് റയലിനും സംഘവും അങ്ങോട്ടേക്ക് വരുന്നു. തല ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ആ ജാക്കറ്റ് ഇട്ടവനെ നോക്കി അവർ ദേഷ്യം കൊണ്ട് വിറക്കുന്നു. ആ മുടിയനില്ലേ, അവന്റെ അനിയനാണ് ഈ ജാക്കറ്റ് ഇട്ടവൻ. ആ മുടിയന് ദേഷ്യം തിളച്ചു കയറാൻ തുടങ്ങി. ഫീനിക്സിന്റെ കയ്യും പിടിച്ച് ബ്ലൈൻഡ് മാൻ ആ വീടിന്റെ ബേസ്മെന്റിലൂടെ നടക്കുകയാണ്. ഫീനിക്സ് ആകട്ടെ വളരെയധികം പേടിച്ച് അത്ഭുതത്തോടെ അയാളെ നോക്കിക്കൊണ്ടാണ് അയാളുടെ പിന്നാലെ പോകുന്നത്. അവരീ നടക്കുന്ന ശബ്ദം മുകളിൽ ആ മുടിയനും സംഘവും കേൾക്കുന്നു. ഉടനെ തന്നെ മുടിയൻ ബ്ലൈൻഡ് മാനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ റയലിൻ തടയുന്നു. അയാൾ അയാളെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ
പോകുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ മണ്ടന്മാരാവാൻ പാടില്ല എന്ന് റയലിൻ മുടിയനോടായിട്ട് പറയുന്നു. ഇതേ സമയം ബ്ലൈൻഡ് മാൻ വീടിനുള്ളിലേക്ക് കയറിയിട്ട് അയാളുടെ തോക്കെടുക്കുന്നു. എന്നിട്ട് ആ വീടിനകത്തുള്ള ഒരു സീക്രട്ട് മുറിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഫീനിക്സിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. ഇതേ സമയം ആ മുടിയൻ നമ്മുടെ ബ്ലൈൻഡ് മാന്റെ ഒരു ജാക്കറ്റ് എടുത്തിട്ട് റയലിന് കൊടുക്കുന്നു. അതിൽ ആ ബ്ലൈൻഡ് മാന്റെ ബ്ലഡ് പുരണ്ടിട്ടുണ്ടായിരുന്നു. റയലിൻ അതെടുത്ത് അവർ കൂട്ടിലിട്ടിരുന്ന ഒരു പട്ടി ഉണ്ടല്ലോ അതിനെ മണപ്പിക്കുന്നു. നമ്മുടെ മധുരരാജയിലെ ജഗപതി ബാബുവിന്റെ അതേ ടെക്നിക്കാണ് ഇവർ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കോപ്പി അടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ പട്ടിയെ മണപ്പിച്ചതിന് ശേഷം അതിനെ തുറന്നു വിടുന്നു. മറുവശത്ത് നമ്മുടെ ബ്ലൈൻഡ് മാന്റെ കൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഫിനിക്സ് തയ്യാറാവുന്നില്ല. അയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നും എന്റെ ബർത്ത്ഡേ എപ്പോഴാണെന്നും എന്താണ് എന്റെ യഥാർത്ഥ പേര്, നിങ്ങൾ എന്റെ അച്ഛനാണോ എന്നും ഒക്കെ അവൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് മാൻ ആവട്ടെ അതിനൊന്നും ആൻസർ പറയാതെ ഇവിടെ നിന്ന് വേഗം പോണം, വാ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ പട്ടി ഓടി അവരുടെ അടുത്തേക്ക് എത്തുന്നു. ബ്ലൈൻഡ് മാൻ ആദ്യം അതിനെ വെടിവെക്കാൻ നോക്കിയെങ്കിലും അതിനെ വെടിവെക്കാതെ മുകളിലേക്ക് വെടിവെക്കുന്നു. ആ സമയത്ത് ആ പട്ടി അവിടെ നിൽക്കുന്നു. ഉടനെ തന്നെ ഫീനിക്സിനോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. ഫീനിക്സ് അവിടെ നിന്നും ഓടി ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. അവൾ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ പട്ടിയാവട്ടെ ബ്ലൈൻഡ് മാനെ ആക്രമിക്കാൻ തുടങ്ങി. അയാൾ എങ്ങനെയൊക്കെയോ കൂടി ആ വീടിന്റെ തട്ടും പുറത്തേക്ക് കയറുന്നു. നായയും അങ്ങോട്ടേക്ക് എത്തുന്നു. അയാൾക്ക് ആ പട്ടിയെ വെടിവെക്കുന്നതിന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു. പക്ഷേ അയാൾ അതിനെ വെടിവെക്കുന്നില്ല. ഒരു മിണ്ടാപ്രാണിയെ വെടിവെച്ചു കൊല്ലാനുള്ള അത്രയും ദുഷ്ടനല്ല അയാളെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. അതിനുശേഷം അയാൾ എങ്ങനെയൊക്കെയോ കൂടി ആ പട്ടിയെ ഒരു കമ്പി വലയ്ക്കുള്ളിൽ ലോക്ക് ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ഫിനിക്സ് അവളുടെ ഒരു ബാഗും എടുത്ത് വീടിന്റെ ജനല് വഴി പുറത്തേക്കിറങ്ങി പൈപ്പ് വഴി താഴേക്ക് ഊർന്നിറങ്ങി പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. പക്ഷേ ആ മുട്ട അവളെ പിടിച്ച് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുന്നു. അവളെ ട്രക്ക് കൊണ്ടിട്ടേക്ക് എന്ന് റയലിൻ പറയുന്നു. അതിനുശേഷം റയലിൻ ആ വീടിന് തീ വയ്ക്കാൻ നോക്കുമ്പോൾ ആ മുട്ട ചോദിക്കും, അല്ല നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ പട്ടി അതിനകത്തില്ലേ? അപ്പോൾ റയലിൻ പറയും, അതൊക്കെ ചത്തിട്ടുണ്ടാവും, എന്തേ നിനക്ക് പോയി നോക്കണോ, വണ്ടിക്ക് പോയി നോക്കിയിട്ട് വാ എന്നുള്ള രീതിയിൽ റയലിൻ പറയുന്നു. അപ്പോൾ മുട്ടയും മിണ്ടാതിരിക്കുന്നു. കാരണം ഉള്ളിൽ കയറിയ ആ ബ്ലൈൻഡ് മാൻ അയാളെ കൊന്ന് കൊല വിളിച്ച് കളയില്ലേ. അങ്ങനെ റയലിനും മുടിയനും കൂടി ആ വീടിന് തീയിടുന്നു. പക്ഷേ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ആ മുട്ട മാറി നിന്ന് റയലിനെ ദേഷ്യത്തോടെ നോക്കുന്നത് നമുക്ക് കാണാം. ആ വീട് എരിയുകയാണ്. ബ്ലൈൻഡ് മാൻ അവിടെ നിന്നും പുറത്തു കിടക്കാൻ നോക്കുമ്പോൾ ആ പട്ടിയുടെ കുര കേൾക്കുന്നു. അതവിടെ കുടുങ്ങിക്കിടക്കുകയല്ലേ ചെയ്യുന്നത്. ബ്ലൈൻഡ് മാൻ നേരെ പോയിട്ട് അതിനെ അഴിച്ചുവിടുന്നു. അതുടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ വീട് മുഴുവൻ തീ പിടിച്ചിരുന്നു. അവസാനം ബ്ലൈൻഡ് മാൻ എങ്ങനെയൊക്കെയോ കൂടി ആ വീടിന് പുറത്തെത്തുന്നു. അപ്പോഴേക്കും റയലിനും സംഘവും ഫീനിക്സിനെയും കൊണ്ട് ഒരു വലിയ പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നു. അബോധാവസ്ഥയിലായ ഫീനിക്സിന് ബോധം തെളിഞ്ഞപ്പോൾ അവളൊരു മുറിക്കുള്ളിലാണ്. റയലിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, വേദനയൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവളോട് കുശലാന്വേഷണം നടത്തുന്നു. അവൾക്ക് അയാളോടുള്ള പേടിയൊക്കെ കുറച്ച് കുറഞ്ഞു. എന്നാലും ഇപ്പോഴും സംശയം ബാക്കിയുണ്ട്. റയലിൻ അവളോട് പറയും, നീ ഇനി മുതൽ ഒരു തടവുപുള്ളിയല്ല, ഡോർ ഓപ്പൺ ആണ്, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഫിനിക്സ് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് പോവാമെന്നാണോ? റയലിൻ പറയും, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് നീ ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫീനിക്സ് ഒരു നിമിഷം ചിന്തിച്ചിട്ട് റയലിനോട് ചോദിക്കും, എനിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? റയലിൻ പറയും, നിർഭാഗ്യവശാൽ അങ്ങനെ ആരുമില്ല. എന്റെ ബർത്ത്ഡേ എപ്പോഴാണ്? ഫെബ്രുവരി 20. എന്തായിരുന്നു എന്റെ അമ്മയുടെ പേര്? ജോസഫൈൻ. ഞാൻ എന്റെ അമ്മയെ പോലെയാണോ? അതെ, നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണ്. താര, അതാണ് നിന്റെ യഥാർത്ഥ പേര്. എന്നിങ്ങനെ വളരെ വിശ്വസനീയമായിട്ട് റയലിൻ ഫീനിക്സിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയാണ്. ഇപ്പോൾ ഫീനിക്സ് ചോദിക്കും, അയാൾക്ക് എന്താണ് സംഭവിച്ചത്, അതായത് നമ്മുടെ ബ്ലൈൻഡ് മാന്റെ കാര്യം. അപ്പോൾ റയലിൻ പറയും, അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടി. അപ്പോൾ ഫീനിക്സ് പറയും, എനിക്ക് ഇവിടെ നിന്ന് പോകണം, നീ അതിന് ഒരു തടവുപുള്ളിയൊന്നും അല്ലല്ലോ, നിനക്ക് പോവാം എന്ന് റയലിൻ പറയുന്നു. എനിക്കറിയാവുന്ന ഒരു ഷെൽട്ടറുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് ഫിനിക്സ് അവളുടെ ബാഗും എടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കോറിഡോർ മുഴുവൻ ഒരുപാട് വശപ്പിച്ചക്ക് തോന്നുന്ന ആൾക്കാരെ കാണാം. കണ്ടാൽ തന്നെ പേടിയായി പോവും. ആഫ്രിക്കക്കാരനും വേറെ കുറെ ടീംസും. അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫീനിക്സിന് ഭയങ്കര പേടിയായി. അവൾ സംശയത്തോടെ അടിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. അവൾ വാതിലിന് തൊട്ടടുത്തെത്തിയപ്പോൾ പിന്നിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നു. അവൾ ഹെർണാണ്ടിസിനോട് പറഞ്ഞില്ലേ എന്റെ അമ്മ പാടിയ പാട്ടാവാമെന്ന്, ആ പാട്ടും പാടിക്കൊണ്ട് വീൽ ചെയറിൽ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നു. ഫിനിക്സ് ആകെ ഞെട്ടിത്തരിച്ചുപോയി. മോളെ താരെ, നീ വളർന്ന് വലുതായി പോയല്ലോ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഫിനിക്സിനോട് ചോദിക്കുന്നു. അത് തന്റെ അമ്മയാണെന്ന് അവൾക്കും ബോധ്യമായി. കരഞ്ഞുകൊണ്ട് അവരിരുവരും വാരിപ്പുണർന്നു. റയലിനും തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ ഫീനിക്സ് അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ജോസഫൈൻ താരയുടെ പഴയ ഫോട്ടോസൊക്കെ കാണിച്ച് അവളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജോസഫൈൻ ബ്ലഡ് ഛർദ്ദിക്കുന്നു. റയലിൻ അത് തുടച്ചു കൊടുക്കുന്നു. താര അതെന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. താര എന്ന് പറഞ്ഞ ഫീനിക്സ് ആണേ. അന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തീപിടുത്തത്തിൽ എന്റെ ആന്തരിക അവയവങ്ങൾക്കും കേടുപാടുകൾ പറ്റി എന്ന് ജോസഫൈൻ പറയുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റയലിൻ നമ്മുടെ താരയ്ക്ക് കുറച്ച് ജ്യൂസ് കുടിക്കാൻ കൊടുക്കുന്നു. അവൾ അത് കുടിക്കുകയും ചെയ്യുന്നു. ശേഷം ജോസഫൈൻ വീണ്ടും അവളോട് സംസാരിക്കുന്നു. താര മോളെ, അമ്മ മരിക്കാൻ പോവുകയാണ്, എനിക്കിനി അധികം സമയമില്ല. നിന്റെ അമ്മ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഉണ്ടെന്ന് താര തലയാട്ടുന്നു. എനിക്ക് ഒരു പുതിയ ഹാർട്ട് വേണം. ആരുടെയെങ്കിലും ഹാർട്ട് കിട്ടിയാൽ പോരാ, സ്വന്തം രക്തത്തിലുള്ള ഒരു ഹാർട്ട് തന്നെ ആയിരിക്കണം.
ധൈര്യമായിരിക്കണം, നിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള ഗിഫ്റ്റ് അത് നിന്റെ കയ്യിൽ തന്നെയാണുള്ളത് എന്നും പറഞ്ഞ് ജോസഫൈൻ ഫീനിക്സിനെ തലോടുന്നു. ഉടനെ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. അവൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പിന്നിലായിട്ട് ഒരു സർജറി സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഫീനിക്സിനെ എതിർക്കാൻ പോലും പറ്റിയില്ല. കാരണം നേരത്തെ റയലിൻ കൊടുത്ത ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. പാവം ഫീനിക്സ് അബോധാവസ്ഥയിലാവുന്നു. ഇപ്പോ നമ്മുടെ ബ്ലൈൻഡ് മാനെ കാണിക്കുന്നു. കത്തിക്കരിഞ്ഞ ആ വീടിന് മുന്നിൽ നിസ്സഹായനായി ഇരിക്കുകയാണ് അയാൾ. ആ സമയത്ത് നമ്മുടെ റയലിന്റെ പട്ടിയില്ലേ, ബ്ലൈൻഡ് മാൻ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, അവൻ അങ്ങോട്ടേക്ക് വരുന്നു. വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞിട്ട് ബ്ലൈൻഡ് മാൻ അതിനെ തുരത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അത് എങ്ങോട്ടേക്കും പോകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഹെർണാണ്ടസിന്റെ വണ്ടി അതിനടുത്തല്ലേ കിടക്കുന്നത്, അതിനുള്ളിൽ അവൾ ഒരു മണി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കാറ്റത്ത് അത് അടിക്കുന്ന ശബ്ദം ബ്ലൈൻഡ് മാൻ കേൾക്കുന്നു. മണിയടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കണേ. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് മാൻ ആ വാഹനത്തിനടുത്തേക്ക് പോകുന്നു. ഹെർണാണ്ടസിനെ അവർ കൊന്നുകളഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും വീണ്ടും റയലിന്റെ നായ അങ്ങോട്ടേക്ക് വരുന്നു. ഇത്തവണ അതിനെ തുരത്തുന്നതിന് പകരം ബ്ലൈൻഡ് മാന് ഒരു ഐഡിയ തോന്നുന്നു. ഉടനെ തന്നെ അയാൾ ആ വണ്ടിയിൽ നിന്ന് ഒരു വാളും കുറച്ച് സ്മോക്ക് ക്രിയേറ്ററും പിന്നെ ഒരു ലീഷും എടുക്കുന്നു. മാത്രമല്ല ആ കിലുങ്ങുന്ന മണി ഉണ്ടായിരുന്നല്ലോ, അതും അയാൾ പറിച്ചെടുക്കുന്നു. എന്നിട്ട് ആ ലീഷ് നായയുടെ കഴുത്തിലേക്കിട്ട് അയാൾ പുറപ്പെടുകയാണ് റയലിന്റെ അടുത്തേക്ക് തന്റെ മകളെ രക്ഷിക്കാൻ. അയാളുടെ വഴികാട്ടിയായി ആ നായയും. മറുവശത്ത് ഫീനിക്സിനെ സർജറി ചെയ്ത് അവളുടെ ഹാർട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനോടെ അത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം അതൊരു ഹോസ്പിറ്റൽ അല്ലല്ലോ, അവിടെ കൂടുതൽ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവനോടെ വേണം ഹൃദയം എടുക്കുവാൻ എന്ന് ഡോക്ടർ പറയുന്നു. തൊട്ടടുത്ത് തന്നെ സർജറിക്ക് റെഡിയായി ജോസഫൈനും കിടക്കുന്നുണ്ട്. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് റയലിനും പുറത്തിരുന്ന് ആ മുട്ട മുടിയനോട് പറയും അയാൾ അകത്ത് ചെയ്യുന്നത് ശരിയല്ല. ഫിനിക്സിനോട് ഇങ്ങനെ ചെയ്യുന്നതിനോട് ആ മുട്ടയ്ക്ക് വിയോജിപ്പാണ്. അങ്ങനെ ഡോക്ടർ സർജറിക്ക് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കരണ്ട് പോകുന്നു. കരണ്ടില്ലാതെ തനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. ഉടനെ തന്നെ മുടിയൻ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ബേസ്മെന്റിലേക്ക് പോകുന്നു. ഓഫായി കിടക്കുന്ന മെയിൻ സ്വിച്ച് ആ മുടിയൻ ഓൺ ചെയ്യുന്നു. നമ്മുടെ ബ്ലൈൻഡ് മാൻ അവന്റെ മേലേക്ക് ചാടി വീഴുന്നു. ബ്ലൈൻഡ് മാൻ വാളെടുത്ത് അവനെ വെട്ടുന്നതിനിടയിലെ അവൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ഇലക്ട്രിക് വയർ കട്ടാവുകയും കറണ്ട് വീണ്ടും പോവുകയും ചെയ്യുന്നു. ബ്ലൈൻഡ് മാന്റെ കയ്യിൽ നിന്ന് മുടിയന് ധാരാളം കിട്ടുന്നുണ്ട്. അവനും തിരിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ചുറ്റിക വെച്ച് ആ മുടിയൻ ബ്ലൈൻഡ് മാന്റെ വയറിനിട്ട് കുത്തുന്നു. മാത്രമല്ല അയാളുടെ വാള് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. നീ എന്റെ അനിയനെ കൊന്നു കുരുടൻ തെണ്ടിയെന്നും പറഞ്ഞിട്ട് അവൻ ചുറ്റിക വെച്ച് ബ്ലൈൻഡ് മാനെ അടിച്ച് താഴെയിടുന്നു. വീണ് കിടക്കുന്ന ബ്ലൈൻഡ് മാന്റെ മേലേക്ക് അവൻ ചാടി വീഴുന്നു. വീണ്ടും അയാളെ ആക്രമിക്കാൻ നോക്കുമ്പോൾ അയാൾ കയ്യിലുണ്ടായിരുന്ന ആ മണിയുണ്ടല്ലോ, അതെടുത്ത് അവന്റെ വായിലേക്കിട്ട് അടിച്ച് കയറ്റുന്നു. അത് അവന്റെ തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുന്നു. ഇപ്പൊ അവൻ എങ്ങോട്ടേക്ക് അനങ്ങിയാലും ശബ്ദം കേൾക്കാം. അതിനിടയിൽ നമ്മുടെ ബ്ലൈൻഡ് മാൻ അവന്റെ ചുറ്റിക കൈക്കലാക്കുന്നു. ബ്ലൈൻഡ് മാനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് താഴെ വീണ് കിടക്കുന്ന കത്തിയെടുക്കാൻ ആ മുടിയൻ അങ്ങോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ മുടിയനും വടിയായി. മുടിയന്റെ അലർച്ച കേട്ട് റയലിനും ആ മുട്ടയും പേടിച്ചു പോയി. മുട്ട ഇത് അയാളാണെന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ ഫിനിക്സ് ചിരിക്കുന്നു. റയലിനാകെ പേടിച്ചിരിക്കുകയാണ്. അയാളിത് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് റയലിൻ ചോദിക്കുന്നു. അപ്പോൾ ദേവരുന്നു നമ്മുടെ പട്ടി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി വന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാൾ ദേഷ്യത്തോടെ ആ പാത്രത്തിനൊരൊറ്റ വെടി. നായ പേടിച്ചോടുന്നു. നന്ദികെട്ട വൃത്തികെട്ട മൃഗമെന്ന് റയലിൻ പറയുന്നു. ശരിക്കും ആ നന്ദികെട്ട വൃത്തികെട്ട മൃഗം മനുഷ്യന്മാരല്ലേ, അല്ലാതെ ആ നായയല്ലല്ലോ അല്ലേ? റയലിൻ ബാക്കിയുള്ള 4 പേരോട് വേഗം പോയി അയാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അവർ താഴെ പോകുമ്പോൾ ബ്ലൈൻഡ് മാൻ ബേസ്മെന്റിൽ വീണ് കിടക്കുകയാണ്. അയാൾക്ക് ചുറ്റും വെള്ളം തളം കെട്ടി കിടപ്പുണ്ട്. നമ്മുടെ മുട്ടയൊഴിച്ച് ബാക്കി 3 അയാളുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. അവർ വെള്ളത്തിലൂടെ നടക്കുന്നതിനനുസരിച്ച് അതിന്റെ അലകൾ ബ്ലൈൻഡ് മാന്റെ അടുത്തേക്ക് പോകുന്നു. ആ ശബ്ദവും അയാൾക്ക് കൃത്യമായിട്ട് കേൾക്കാം. അവർ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും മുടിയന്റെ കയ്യിൽ നിന്നും എടുത്ത തോക്കെടുത്ത് അവൻ 3 പേരെയും ചറ പറ വെട്ടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ നമ്മുടെ മുട്ട ബ്ലൈൻഡ് മാനോടായിട്ട് പറയും അവർ അവളെ കൊല്ലാൻ പോവുകയാണ്. അതെനിക്ക് താല്പര്യമില്ല. അവരിപ്പോൾ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടും. നിങ്ങളുടെ തൊട്ടു പിന്നിലുള്ള ആ സ്റ്റെയർ കേസ് വഴി നിങ്ങൾക്ക് മുകളിലേക്ക് ചെല്ലാം. അവർ അവിടെ ഉണ്ടാവും. അതേസമയം റയലിൻ ജോസഫൈനെ വീൽ ചെയറിലിരുത്തി ഫിനിക്സിനെ അവളുടെ മടിയിൽ കിടത്തി അവളുടെ കൈ ജോസഫൈന്റെ കൈയുമായിട്ട് വിലങ്ങിട്ട് ബന്ധിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവരുടെ കൂടെ ആ ഡോക്ടറും ഉണ്ടായിരുന്നു. അയാൾ വാതിൽ കണ്ടപ്പോൾ തന്നെ അതിലൂടെ പുറത്തേക്ക് ഓടി അകലുന്നു. പിന്നീട് അയാളുടെ നിലവിളി മാത്രമാണ് കേട്ടത്. അവിടെ മുഴുവൻ ഇരുട്ടായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിൻഡോസ് ഒക്കെ റയലിൻ വെടിവെച്ച് തകർക്കുന്നു. അപ്പോൾ അതിനുള്ളിലേക്ക് വെളിച്ചം കയറുന്നു. റയലിൻ
നോക്കുമ്പോൾ ആ ഡോക്ടറുടെ കഴുത്തറത്ത് ബ്ലൈൻഡ് മാൻ അയാളെ കൊന്നിരിക്കുകയാണ്. ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ മുറിയാകെ സ്മോക്ക് പരക്കാൻ തുടങ്ങുന്നു. ഹെർണാണ്ടിസിന്റെ വണ്ടിയിൽ നിന്നും പുള്ളിക്കാരൻ എടുത്ത ഒരു കുപ്പികളുണ്ടല്ലോ, അത് ഇൻസെക്ട് കില്ലർ ആയിരുന്നു, സ്മോക്ക് ക്രിയേറ്റർ അല്ല. അതൊരു സ്മോക്ക് പോലെ പുറത്തേക്ക് പരക്കുകയാണ്. അതോടെ റയലിന് അവിടെയുള്ളതൊന്നും കാണാതെയായി. അതിനുള്ളിൽ വെച്ച് ബ്ലൈൻഡ് മാൻ അയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കത്തിയെടുത്ത് അയാളുടെ തുടയിലും ശരീരത്തിലും ഒക്കെ വരഞ്ഞു കീറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ബ്ലൈൻഡ് മാന്റെ നിഴല് കണ്ട ഭാഗത്തേക്ക് വെടിയുതിർക്കുന്നു. പക്ഷെ ആ വെടിയുണ്ട തുളച്ചു കയറിയത് ജോസഫൈന്റെ നെഞ്ചിലേക്കായിരുന്നു. അത് കണ്ട് റയലിൻ അലറി വിളിക്കുന്നു. വീണ്ടും റയലിനും ബ്ലൈൻഡ് മാനും തമ്മിൽ അടിയാവുന്നു. റയലിൻ ബ്ലൈൻഡ് മാന്റെ വാള് തട്ടിത്തെറിപ്പിക്കുന്നു. അതേസമയം ജോസഫൈന്റെ വീൽ ചെയർ ഉണ്ടല്ലോ, അത് മൂവ് ആകാൻ തുടങ്ങി. ആ മുറിയുടെ നടുക്കായിട്ട് താഴേക്കുള്ള വലിയൊരു കുഴിയാണ്. അവിടെ നിന്നാണ് ബ്ലൈൻഡ് മാൻ മേലേക്ക് കയറി വന്നതെന്ന് പറഞ്ഞില്ലേ. പാവം ഫീനിക്സിന്റെ കൈ ആ ജോസഫൈന്റെ കൈയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടല്ലേ ഉള്ളത്. ജോസഫൈന്റെ വീൽ ചെയർ അടക്കം ആ കുഴിയിലേക്ക് വീഴുകയാണ്. ഫീനിക്സ് തൊട്ടടുത്തുള്ള ഒരു കമ്പിയിൽ പിടിച്ചതുകൊണ്ട് അവൾ മേലെ ബാക്കിയാകുന്നു. ജോസഫൈൻ അവളുടെ കയ്യിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് ബ്ലൈൻഡ് മാന്റെ കയ്യിൽ നിന്നും വീണുപോയ ആ വാളുണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ ഫിനിക്സ് ജോസഫൈന്റെ കൈ വെട്ടി മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് മുറിയുന്നതിനിടയിൽ ഫിനിക്സിനെയും കൊണ്ട് ആ ശരീരം താഴേക്ക് വീഴുന്നു. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം ഫിനിക്സ് വീഴുന്നത് ജോസഫൈന്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് അവൾക്ക് കാര്യമായൊന്നും പറ്റുന്നില്ല. ഫിനിക്സിന്റെ നിലവിളി കേട്ട് പതറിപ്പോയ ബ്ലൈൻഡ് മാനെ റയലിൻ കത്തി വെച്ച് കുത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ആ നായ ഓടി വന്ന് റയലിന്റെ കൈ കടിച്ച് പറിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ ആ നായയെ ജനലിലൂടെ വലിച്ച് പുറത്തേക്ക് എറിയുന്നു. എന്നിട്ട് ആ ജനല് ക്ലോസ് ചെയ്യുന്നു. അതോടെ നായക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റാതായി. അപ്പോഴേക്കും ബ്ലൈൻഡ് മാൻ എണീറ്റ് വന്ന് റയലിന്റെ കണ്ണിലേക്ക് കൈ കുത്തിയിറക്കിയിട്ട് ഇനി മുതൽ ഞാൻ കാണുന്നത് നീയും കാണൂ എന്നും പറഞ്ഞ് അവന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നു. അപ്പോഴേക്കും താഴെ വീണ ഫീനിക്സ് ജോസഫൈന്റെ കൈയും പൊട്ടിച്ചെടുത്ത് മുകളിലേക്ക് കയറി വരുന്നു. അവൾ ബ്ലൈൻഡ് മാന്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറയും, റയലിൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഞാൻ നിന്റെ അച്ഛനല്ല, ഞാനൊരു മോൺസ്റ്റർ ആണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നീ എന്റെ അടുത്ത് നിൽക്കണ്ട, പൊക്കോളൂ എന്ന്. പക്ഷേ ഫിനിക്സ് അയാളുടെ അടുത്തേക്ക് വീണ്ടും നടക്കുമ്പോൾ പോ എന്ന് അയാൾ അലറി വിളിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി താഴെയിട്ട് അവൾ പിന്നിലേക്ക് നടന്നു പോകുന്നു പേടിച്ചിട്ട്. വിഷമത്തോടെ അവിടെ ഇരിക്കുന്ന ബ്ലൈൻഡ് മാന്റെ പിന്നിൽ നിന്നും റയലിൻ കത്തി കുത്തിയിറക്കുന്നു. ശേഷം ആ കത്തി വലിച്ചൂരി അയാളുടെ കഴുത്തറക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് റയലിന്റെ നെഞ്ചിലൂടെ ഒരു വാള് കുത്തിയിറക്കുകയാണ് ഫിനിക്സ്. അങ്ങനെ അവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആടി ഒലഞ്ഞ് താഴെ ജോസഫൈൻ വീണ നിലത്തേക്ക് വീണ് മരിക്കുന്നു. നമ്മളെ ബ്ലൈൻഡ് മാന്റെ അവസ്ഥ ഇപ്പൊ വളരെ ക്രിട്ടിക്കലാണ്. ഫിനിക്സ് അയാളുടെ തല തന്റെ മടിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. അവൾ അയാളുടെ മുറിവിൽ കൈ അമർത്തി പിടിക്കുന്നു, രക്തം വാർന്നു പോവാതിരിക്കാൻ. പക്ഷെ അയാൾ ആ കൈ പിടിച്ച് അയാളുടെ നെഞ്ചിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ അവള് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു. നീ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ മരണത്തിന് കീഴടങ്ങുന്നു. ഫീനിക്സ് അയാളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരയുന്നു. ശേഷം അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയോ? ഹെർണാണ്ടിസ് അവളെ ഒരു പാർക്കിൽ കൊണ്ടാക്കിയിരുന്നില്ലേ, അവിടേക്ക്, ആ കോൺവെന്റിലേക്ക്. അവിടെയുള്ള കുട്ടികളോട് എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടാമോ എന്ന് ചോദിക്കുന്നു. അവർ ചിരിച്ചുകൊണ്ട് എന്താണ് നിന്റെ പേരെന്ന് ചോദിക്കുന്നു. അവൾ ഫീനിക്സ് എന്ന് മറുപടി പറയുന്നു. അതായത് ബ്ലൈൻഡ് മാനാണ് തന്റെ അച്ഛനെന്ന് അവൾ ഉറപ്പിച്ചു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ നായക്കുട്ടിയുണ്ടല്ലോ, അത് ഓടി വന്ന് ബ്ലൈൻഡ് മാന്റെ കൈയൊക്കെ നക്കി തുടയ്ക്കുന്നു. ആ സമയത്ത് അയാളുടെ കൈ ചെറുതായി ചലിക്കുന്നു. അതോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ